ഹായ് ഓൾ, എല്ലാവർക്കും BBRൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ആകാശത്തെക്കുറിച്ചും അവിടെയുള്ള നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഒരു പിക്ചർ തന്നെയാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിലെന്താണ് പറയുന്നത്? ഒരുപാട് കഥകൾ, ഈ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട്. പണ്ട് മുതൽക്കേ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഒരു പിക്ചർ? ഈ ഒരു പിക്ചറിൽ ഒരു കുട്ടിയുടെ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് വരച്ചപ്പോൾ ഒരു കുട്ടിയുടെ രൂപം കിട്ടുന്നുണ്ട്. ഈ ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥയാണ് ഇത്. ഈ നക്ഷത്രക്കൂട്ടങ്ങളെ കണക്ട് ചെയ്ത് അവരുടെ ഇടയിലുണ്ടായിരുന്നൊരു കഥയാണ്. ഇതൊരു പെൺകുട്ടിയാണ്, ഇതൊരു രാജകുമാരിയാണ്. ആ രാജകുമാരിയെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥയാണ്. ഈ രാജകുമാരിയുടെ പേര് ആൻഡ്രോമേഡ എന്നാണ്. ഇന്നും ഈ ഒരു നക്ഷത്രക്കൂട്ടത്തെ അറിയപ്പെടുന്നത് ആൻഡ്രോമേഡ എന്നുള്ള ഈ ഒരു പേരിലാണ്. ഇവിടെ ആൻഡ്രോമേഡയുടെ കഥ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമേഡ. അതിസുന്ദരിയായ ആൻഡ്രോമേഡ ദേവതയേക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്യ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്യയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമേഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമേഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമേഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആൻഡ്രോമേഡയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥ. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇങ്ങനെ ഈ ആൻഡ്രോമേഡയുടെ കഥയോട് സമാനമായ കഥകൾ ചൈനീസ്, അറബ്, ഇന്ത്യൻ സംസ്കാരങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ ഈ കഥകൾക്കൊക്കെ അപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. കഥകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം അന്വേഷിച്ച ആളുകളാണ് ജ്യോതിശാസ്ത്രജ്ഞർ. ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടൺ ഇവരൊക്കെ ആരാണ്? ജ്യോതിശാസ്ത്രജ്ഞരാണ്. ഇന്ത്യയിലുള്ള ജ്യോതിശാസ്ത്രജ്ഞരാണ് ആര്യഭടൻ, ഭാസ്കരാചാര്യർ തുടങ്ങിയവ. ഇന്ത്യയിൽ ആരൊക്കെയുണ്ട്? ആര്യഭടന്, ഭാസ്കരാചാര്യ, ഇവരൊക്കെ ഇന്ത്യയിലെ ജ്യോതിശാസ്ത്രജ്ഞരാണ് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗലീലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഗലീലിയോ ഗലീലി ആരായിരുന്നു? ഒരു ഇറ്റലിക്കാരനായിരുന്നു ഗലീലിയോ ഗലീലി. അദ്ദേഹം ഭൗതികശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്, വാനനിരീക്ഷകനാണ്, അതുപോലെ തന്നെ തത്വചിന്തകൻ കൂടിയാണ്. ഇറ്റലിക്കാരനാണ്, ഭൗതികശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്, വാനനിരീക്ഷകനാണ്, അതുപോലെ തന്നെ തത്വചിന്തകൻ കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 100 ശാസ്ത്രജ്ഞരുടെ പട്ടിക എടുത്താൽ അതിൽ ഗലീലിയോയും ഉണ്ട്. 1609 ചാരക്കണ്ണാടി എന്നറിയപ്പെടുന്ന ദൂരദർശിനി, എന്താണ് ചാരക്കണ്ണാടി, സ്പൈ ഗ്ലാസ് എന്നറിയപ്പെടുന്ന ദൂരദർശിനി ഗലീലിയോ പരിഷ്കരിക്കുകയും അതിലൂടെ ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്തു. ആകാശവും അതിലെ വസ്തുക്കളും കുറ്റമറ്റതാകണമെന്ന് അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പത്തെ ഗലീലിയോ തിരുത്തി. ചന്ദ്രോപരിതലത്തിലെ
കുന്നുകളും ഗർത്തങ്ങളും ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും അവയുടെ രേഖാചിത്രം വരയ്ക്കുകയും ചെയ്തു. വ്യാഴത്തിലെ, ഇത് നോട്ട് ചെയ്യുക, വ്യാഴത്തിലെ വലിയ 4 ഉപഗ്രഹങ്ങളെയും ഗലീലിയോ കണ്ടെത്തി. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ആരാണ്? ഗലീലിയോ ആണ്. അവയെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ആരാണ്? ഗലീലിയോ ആണ്. ഏതൊക്കെയാണ് ആ ഉപഗ്രഹങ്ങൾ? അയോ, യൂറോപ്പ, ഗാനിമീഡ, കാലിസ്റ്റോ. ഏതൊക്കെയാണ്? അയോ, യൂറോപ്പ, ഗാനിമീഡ, കാലിസ്റ്റോ. ഇങ്ങനെ 4 ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് ഈ 4 ഉപഗ്രഹങ്ങളെ അറിയപ്പെടുന്നത്. താൻ നടത്തിയ ആകാശ നിരീക്ഷണങ്ങളുടെ ഫലം 1610 എന്ത് ചെയ്തിട്ടുണ്ട്? ഗലീലിയോ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദി സ്റ്റോറി മെസ്സഞ്ചർ. ഇത് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദി സ്റ്റോറി മെസ്സഞ്ചർ 1610 മാർച്ചിൽ ഗലീലിയോ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ദി സ്റ്റോറി മെസ്സഞ്ചർ എന്നാണ് ആ ഒരു പുസ്തകത്തിൻ്റെ പേര്. പിന്നെ സൂര്യകളങ്കങ്ങളും ശനിയുടെ വലയങ്ങളും അദ്ദേഹം നിരീക്ഷിച്ചു. നിരീക്ഷണം, പരീക്ഷണം, ഗണിതവൽക്കരണം ഇവയാണ് ശാസ്ത്രത്തിൻ്റെ പണിയായുധങ്ങൾ എന്ന് ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുത്തത് ഗലീലിയോ ആണ്. ഈ ഒരു ബുക്ക് മറക്കരുത്, ദി സ്റ്റോറി മെസ്സഞ്ചർ. അതുപോലെ തന്നെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. നെക്സ്റ്റ് ഐസക് ന്യൂട്ടൻ. നെക്സ്റ്റ് ആളാണ് ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ ഒരു ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്, തത്വചിന്തകനുമാണ്. ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ്, ജ്യോതിശാസ്ത്രജ്ഞനാണ്, അതുപോലെ തന്നെ തത്വചിന്തകനുമാണ് ഐസക് ന്യൂട്ടൻ. 1687 ന്യൂട്ടൻ പുറത്തിറക്കിയ ഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാനശിലയായി കണക്കാക്കപ്പെടുന്നു. ഗുരുത്വാകർഷണം, ചലന നിയമം ഇതാരുടേതാണ്? ഐസക് ന്യൂട്ടൻ്റെയാണ്. പ്രിൻസിപ്പിയ എന്ന പുസ്തകം ആരുടേതാണ്? ഐസക് ന്യൂട്ടൻ്റെതാണ്. ഇനി പ്രകാശത്തിൻ്റെ കണികാ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തം ആരുടേതാണ്? ഐസക് ന്യൂട്ടൻ്റേതാണ്. പ്രകാശത്തിൻ്റെ കണികാ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തം ആരുടേതാണ്? ഐസക് ന്യൂട്ടൻ്റെയാണ്. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ ലോകത്തിലെ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ശാസ്ത്രപ്രതിഭയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഐസക് ന്യൂട്ടനെയാണ്. നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനശക്തനായ ശാസ്ത്രപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനെയാണ്. 2005 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? ന്യൂട്ടനാണ്. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചത് ന്യൂട്ടനാണ്. സർ പദവി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞനാണ് ന്യൂട്ടൻ. സർ പദവി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞനാണ് ന്യൂട്ടൻ. രാഷ്ട്രത്തിൻ്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനും ആരാണ്? ന്യൂട്ടനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രത്തിൻ്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്. ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്ടനെ കുറിച്ച് നോക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നോക്കാം. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാശാലിയായ ശാസ്ത്ര ഗവേഷകനായി പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ജർമ്മനിയിലാണ് ഐൻസ്റ്റീൻ ജനിച്ചത്. പൊതു ആപേക്ഷിക സിദ്ധാന്തം ആരുടേതാണ്? ഐൻസ്റ്റീൻ്റെതാണ്. അതുപോലെ തന്നെ ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഒരു പട്ടിക എടുത്താൽ ഇദ്ദേഹവും അതിൽ ഒരാളാണ്. ഈ കാര്യങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് അദ്ദേഹത്തിൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം ആരുടേതാണ്? ഐൻസ്റ്റീൻ്റേതാണ്. E = mc² എന്ന
ഇക്വേഷൻ ആരുടേതാണ്? ഐൻസ്റ്റീൻ്റെതാണ്. E=mc² ആരുടെ സംഭാവനയാണ്? നമ്മുടെ ഐൻസ്റ്റീൻ്റെ സംഭാവനയാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആരുടേതാണ്? ഐൻസ്റ്റീൻ്റേതാണ്. ഇതിന് അദ്ദേഹത്തിന് 1921 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. 1921 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? ഐൻസ്റ്റീനാണ്. എന്തിന്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് ലഭിച്ചത്. 1999 ഇന്നത്തെ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി സെഞ്ച്വറിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നാണ്. 1999 21 എന്താണ്? നോബൽ പ്രൈസ്. 99 പേഴ്സൺ ഓഫ് ദി സെഞ്ച്വറി ആയി തിരഞ്ഞെടുത്തു. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഐൻസ്റ്റീനാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഐൻസ്റ്റീനാണ്. ഇനി നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് നോക്കാം. ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് ആര്? സ്റ്റീഫൻ ഹോക്കിങ്സ്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോദ്വാരങ്ങളെക്കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. എന്താണ് തമോദ്വാരം? അതായത് തമോഗർത്തങ്ങളെക്കുറിച്ച് ഇന്ന് ലഭ്യമായ പലതും ഇദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ കോസ്മെറ്റോളജി വിഭാഗത്തിൽ ഡയറക്ടറായിരുന്നു. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം ആരുടേതാണ്? സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റേതാണ്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ് സിംഗുലാരിറ്റീസ് ആൻഡ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം. സിംഗുലാരിറ്റീസ് ആൻഡ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം എന്ന പ്രബന്ധത്തിന് വിഖ്യാതമായ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവ് എന്ന അന്യഗ്രഹ ജീവൻ തേടുന്ന ഗവേഷണ പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്തു. ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവ്, സിംഗുലാരിറ്റീസ് ആൻഡ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം, ഇതൊക്കെ ഓർത്ത് വെക്കാം. ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ മസ്തിഷ്കത്തിൻ്റെ ഉടമയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് അറിയപ്പെടുന്നത്. ഏറ്റവും പ്രഗത്ഭനായ മസ്തിഷ്കത്തിൻ്റെ ഉടമയായാണ് ആരറിയപ്പെടുന്നത്? സ്റ്റീഫൻ ഹോക്കിങ്സ് അറിയപ്പെടുന്നത്. ആർക്ക് ശേഷം? ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ നാഡീകോശങ്ങളെ തളർത്തുന്ന അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന മോട്ടോർ ന്യൂറോൺ രോഗബാധിതനായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ആകാശ നിരീക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ കുറച്ച് കുത്തുകളൊക്കെ യോജിപ്പിക്കാൻ പറയുന്നുണ്ട്. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്ത നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചിരുന്നു. എങ്ങനെ? അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിച്ചിരുന്നു. അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ അവയ്ക്ക് നൽകിയിരുന്നു. എങ്ങനെ? കുറച്ച് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചു. അവയ്ക്ക് അവരുടെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകി. നക്ഷത്രങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പേര് നൽകിയത്? നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു. എന്നിട്ട് വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം ഇവയൊക്കെ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായിട്ടാണ് അവർ ബന്ധിപ്പിച്ചു. എന്നിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവർ കൃഷിക്കായിട്ട് ഈ ഒരു വിവരം ഉപയോഗിച്ചിരുന്നു. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. എന്തിനൊക്കെയാണ് പണ്ട് നക്ഷത്രങ്ങളെ ഉപയോഗിച്ചിരുന്നത്? കൃഷിക്ക്, കാലാവസ്ഥ മനസ്സിലാക്കാൻ ഒക്കെ, അതുപോലെ തന്നെ ദിക്ക് മനസ്സിലാക്കാനൊക്കെ എന്തുപയോഗിച്ചിട്ടുണ്ട്? നക്ഷത്രങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് ആകാശം എന്നുള്ളത്. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം എവിടെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം എവിടെയാണ്? അന്തരീക്ഷത്തിലാണ്. അതുപോലെ ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ ഇവരൊക്കെ എവിടെയാണ്? ബഹിരാകാശത്താണ്. എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്താണ്, അതുപോലെ തന്നെ വായുരഹിതമാണ്, അങ്ങനെയുള്ള സ്ഥലമാണ് ബഹിരാകാശം. ഈ ബഹിരാകാശത്താണ് ചന്ദ്രന്, സൂര്യന്, നക്ഷത്രങ്ങളൊക്കെ ഉള്ളത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. ഇവിടെ നോക്കൂ, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചന്ദ്രനെ നോക്കാം. ചന്ദ്രനെ കുറിച്ച് എന്താ പറയുന്നത്? ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഭൂമിയോ? 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ആർക്കുണ്ട്? ഭൂമിക്കുണ്ട്. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ആർക്കുണ്ട്? ഭൂമിക്കുണ്ട്. ഇനി സൂര്യനെ നോക്കുകയാണെങ്കിൽ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ആർക്കുണ്ട്? സൂര്യനുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. സൂര്യൻ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്നു. ഇനി ആൽഫ സെന്റോറി എ എന്ന് പറഞ്ഞിട്ടുള്ളത് 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുള്ളത് ഏതിനാണ്? ആൽഫ സെന്റോറി എ. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ സെന്റോറി എ ഉള്ളത്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കിലോമീറ്റർ അകലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ചില നക്ഷത്ര ഗണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ചിത്രം നോക്കൂ. ഇത് കണ്ടിട്ടൊരു വേട്ടക്കാരൻ്റെ രൂപമല്ലേ? ഇത് പറയുന്നത് ഡിസംബർ മാസത്തിലെ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ഏത് മാസമാണ്? ഡിസംബർ മാസത്ത്. ഏത് സമയം? സന്ധ്യാസമയത്ത്. എവിടെ? കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിട്ടുള്ളത്. അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരൻ്റെ പേര് ഓറിയോൺ എന്നാണ്. ആ ഓറിയോണിൻ്റെ പേരാണ് ഗ്രീക്കുകാർ ഈ ഒരു വേട്ടക്കാരന് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സപ്തർഷികൾ. സപ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? 7. സപ്തർഷികൾ. അപ്പോൾ 7 നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ലഭിക്കുന്ന ഒന്നാണ് സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായം ഇല്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായം വേണ്ട, അതില്ലാതെ ഏപ്രിൽ മാസത്തിലാണ് കാണുക. വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് സപ്തർഷികൾ. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എന്താണ്? സപ്തർഷികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ നോക്കുമ്പോൾ ഒരു വലിയ തവിയുടെ രൂപം തോന്നുന്നത് കൊണ്ട് തന്നെ യൂറോപ്യന്മാർ ഇതിനെ ബിഗ് ഡിപ്പർ എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് ബിഗ് ഡിപ്പർ? അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. സപ്തർഷികൾ കാണപ്പെടുന്നത് അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ പറയുന്നത് സ്കൂളുകളിൽ ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? സ്കൂളുകളിൽ K-STAR, സ്റ്റെല്ലേറിയം. ഇത് ഓർത്തിരിക്കുക. K-STAR, സ്റ്റെല്ലേറിയം. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് K-STAR, സ്റ്റെല്ലേറിയം.
ഇനി ബഹിരാകാശ നിലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിതുവരെ ഒക്കെ പറഞ്ഞതും ഒക്കെ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തെ നിരീക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ഇനി ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനമാണ് ബഹിരാകാശ നിലയം. ബഹിരാകാശത്തു നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനുമുള്ളൊരു സൗകര്യം, അങ്ങനെയുള്ളൊരു പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഇവിടെ ബഹിരാകാശ നിലയത്തിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബഹിരാകാശത്ത് നമുക്ക് എന്തില്ല? വായുവില്ല, ജലമില്ല, ഭാരം അനുഭവപ്പെടുന്നില്ല. ബഹിരാകാശത്ത് വായുവില്ല, ജലമില്ല. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്താണ് ബഹിരാകാശം. വായുരഹിതമായിട്ടുള്ള സ്ഥലമാണ് ബഹിരാകാശം. അവിടെ വായു ഇല്ല, ജലമില്ല, ഭാരം അനുഭവപ്പെടുന്നില്ല. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് വലിയ തോതിൽ പുരോഗമിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമെല്ലാം തുടക്കമിട്ടത് ആകാശ നിരീക്ഷണമാണ് എന്നിവിടെ പറയുന്നുണ്ട്. ഇനി ഒരു ചെറിയൊരു കാര്യം നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS എന്താണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഓരോ രാജ്യത്തിൻ്റെയും ബഹിരാകാശ നിലയത്തെപ്പറ്റി പറയുന്നുണ്ട്. അമേരിക്കയുടെ നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, ജപ്പാൻ്റെ ജാക്സ, യൂറോപ്പിൻ്റെ ESA, കാനഡയുടെ CSA. ഇങ്ങനെയുള്ള ഈ 5 രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഏതൊക്കെയാണ് ആ 5 എണ്ണം? അമേരിക്കയുടെ നാസ, റഷ്യയുടെ റോസ്കോസ്മോസ്, ജപ്പാൻ്റെ ജാക്സ, യൂറോപ്പിൻ്റെ ESA, കാനഡയുടെ CSA. ഇങ്ങനെയുള്ള ഈ 5 ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്ത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്നു. ഇത് 92.68 മിനിറ്റിനുള്ളിൽ ഭൂമിയെ ചുറ്റിയുള്ള ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. അതിനാൽ ഒരു ദിവസം 16 തവണ ഭൂമിയെ ചുറ്റുന്നു. ഒരു ദിവസം എത്ര തവണ ഭൂമിയെ ചുറ്റുന്നു? 16 തവണ ഭൂമിയെ ചുറ്റുന്നു. ഇനി നമ്മൾ നേരത്തെ ഒരു ചോദ്യം കണ്ടു. ബഹിരാകാശ നിലയം സേവനങ്ങൾ. എന്തിനാണ് ബഹിരാകാശ നിലയം എന്നുള്ളൊരു ചോദ്യം നേരത്തെ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം, കാലാവസ്ഥാശാസ്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണം നടത്താൻ എന്ത് സഹായിക്കുന്നു? ബഹിരാകാശ നിലയങ്ങൾ സഹായിക്കുന്നു. ജ്യോതിശാസ്ത്രം, കാലാവസ്ഥാശാസ്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങി വിവിധ ശാസ്ത്രമേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നു. ബഹിരാകാശ പേടകങ്ങളും ഉപകരണങ്ങളും പരിശോധിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും ഉപയോഗപ്പെടുത്താം. ബഹിരാകാശ നിലയം എന്തിനുപയോഗപ്പെടുത്താം? ബഹിരാകാശ പേടകങ്ങളും ഉപകരണങ്ങളും പരിശോധിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾക്കും എന്തുപയോഗപ്പെടുത്താം? ബഹിരാകാശ നിലയം ഉപയോഗപ്പെടുത്താം. ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദീർഘകാല ദൗത്യങ്ങളുടെ ഒരു ഇടത്താവളമായി നമുക്ക് നമ്മുടെ ബഹിരാകാശ നിലയങ്ങളെ ഉപയോഗിക്കാം. ഇനി ഇവിടെ സല്യൂട്ട് 1. എന്താണ് സല്യൂട്ട് 1? 1971 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സല്യൂട്ട് 1. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതാണ്? സല്യൂട്ട് 1 ആണ്. എന്നാണ് വിക്ഷേപിച്ചത്? 1971 ഏപ്രിൽ 19 ആരാണ് വിക്ഷേപിച്ചത്? സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. ഇത് മനുഷ്യ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുകയും ഭാവി ബഹിരാകാശ നിലയത്തിൻ്റെ വികസനത്തിന് കളമൊരുക്കുകയും ചെയ്തു. ഇനി അടുത്തത് എന്താണ് സ്കൈ ലാബ്? അമേരിക്കയിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സ്കൈ ലാബ്. അമേരിക്കയിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സ്കൈ ലാബ്.
1973 ആരാണ് വിക്ഷേപിച്ചത്? നാസ. എന്നാണ് 1973. 1974 വരെ ഭ്രമണപഥത്തിലുണ്ടായിരുന്ന ഇത് സോളാർ ഫിസിക്സ് പഠനങ്ങൾക്കും ഭൗമ നിരീക്ഷണങ്ങൾക്കും ഉൾപ്പെടെ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്കൈലാബ് എന്താണ്? അമേരിക്കയിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സ്കൈലാബ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സല്യൂട്ട് 1 എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് മിർ? സോവിയറ്റ് അതായത് റഷ്യൻ ബഹിരാകാശ നിലയമാണ് മിർ. 1986 മുതൽ 2001 വരെ പ്രവർത്തനക്ഷമമായിരുന്നു മിർ. ഇത് ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയമായിരുന്നു. ആദ്യത്തെ മോഡുലാർ ബഹിരാകാശ നിലയം ഏതായിരുന്നു? മിർ ആയിരുന്നു. കൂടാതെ നിരവധി അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രികർക്കും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും ആതിഥേയത്വം വഹിച്ച ISSന്റെ മുൻഗാമിയാണ് മിർ. ISSന്റെ മുൻഗാമി ആരാണ്? മിർ ആണ്. ഇനി ടിയാങ്കോങ് സ്റ്റേഷനുകൾ. എന്താണ് ടിയാങ്കോങ് സ്റ്റേഷനുകൾ? ചൈനയുടെ ബഹിരാകാശ നിലയങ്ങളാണ് ടിയാങ്കോങ് സ്റ്റേഷനുകൾ. ഏറ്റവും പുതിയത് ആണ് ടിയാങ്കോങ് സ്റ്റേഷനുകൾ. ടിയാങ്കോങ് ബഹിരാകാശ നിലയമാണ് ഏറ്റവും പുതിയത്. ഈ സ്റ്റേഷൻ്റെ ആദ്യ മൊഡ്യൂളായ ടിയാൻഹെ കോർ മൊഡ്യൂൾ 2021 സമാരംഭിച്ചു. 2020കളുടെ മധ്യത്തോടെ സ്റ്റേഷൻ അധിക മൊഡ്യൂളുകളും ജീവനക്കാരുമായി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ടിയാങ്കോങ്. ടിയാങ്കോങ് ആരുടേതാണ്? ചൈനയുടേതാണ്. ഏറ്റവും പുതിയതാണ് ടിയാങ്കോങ്. മിർ സോവിയറ്റിൻ്റെതാണ്. മിർ ഇത് ISSന്റെ മുൻഗാമിയാണ്. സ്കൈലാബ് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ്. സല്യൂട്ട് 1 ലോകത്തിലെ തന്നെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സല്യൂട്ട് 1. ഇനി ചന്ദ്രനെ കുറിച്ച് നോക്കാം. രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായി കാണുന്നത് എന്തിനെയാണ്? ചന്ദ്രനെയാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയെ ചുറ്റുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്ത്? ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. ഇനി എന്തൊക്കെയാണ് ചന്ദ്രൻ്റെ മറ്റ് പ്രത്യേകതകൾ? ഗോളാകൃതിയാണ് ചന്ദ്രന്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? സ്വയം തിരിയുന്നു. ഈ സ്വയം തിരിയുന്നതിനെ നമ്മൾ ഭ്രമണം എന്ന് പറയുന്നു. ഈ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ ചുറ്റുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിനെ ചുറ്റുന്നതിന് എന്താ പറയുക? പരിക്രമണം എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രൻ എന്തൊക്കെയാണ് ചന്ദ്രനെ കുറിച്ച്? ചന്ദ്രന് ഗോളാകൃതിയാണ്. ഇത് സ്വയം പ്രകാശിക്കുന്നില്ല. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇത് സ്വയം തിരിയുന്നു. അതുപോലെ തന്നെ ഭൂമിയെ ചുറ്റുന്നു. ഇനി സൂര്യനെക്കുറിച്ച്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെപ്പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നമ്മൾ പറഞ്ഞു ചന്ദ്രൻ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നു. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു? മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നു. നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നു, എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. ഇനി അടുത്തതാണ് സൗരയൂഥം. ഇവിടെ ഒരു സൗരയൂഥത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സൂര്യൻ്റെ അടുത്ത ഗ്രഹമാണ് ബുധൻ കഴിഞ്ഞാൽ
ശുക്രൻ, ശുക്രൻ കഴിഞ്ഞാൽ ഭൂമി, ഭൂമി കഴിഞ്ഞാൽ ചൊവ്വ, ചൊവ്വ കഴിഞ്ഞാൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇങ്ങനെ 8 എണ്ണമാണുള്ളത്. ഭൂമി എവിടെയാണ്? ഭൂമി ചൊവ്വയ്ക്കും ശുക്രനും ഇടയിലാണ് ഭൂമിയുള്ളത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ചന്ദ്രൻ നമ്മൾ പറഞ്ഞു ഭൂമിയെ ചുറ്റുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഭൂമിയും എന്ത് ചെയ്യുന്നുണ്ട്? സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ ഒരു സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് പരിക്രമണപഥം. ഇംഗ്ലീഷ് ഓർബിറ്റ് എന്ന് പറയും. ഈ ഒരു ആകാശഗോളങ്ങളായിട്ടുള്ള ഭൂമി, ചൊവ്വ, ബുധൻ, ശുക്രൻ ഇവയൊക്കെ ആകാശഗോളങ്ങളാണ്. ഈ ആകാശഗോളങ്ങളുടെ ആ ഒരു സഞ്ചാരപാതയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഓർബിറ്റ്, പരിക്രമണപഥം എന്നുള്ളത്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. സൂര്യനെ ചുറ്റുന്ന എന്തുണ്ട്? ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഈ ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റ് അനേകം വസ്തുക്കളും ചേർന്നതാണ് എന്ത്? സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 എണ്ണമുണ്ട് അല്ലേ? നമ്മളത് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് കൃത്രിമോപഗ്രഹങ്ങളെ കുറിച്ചാണ്. അത് നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾ നന്നായിട്ട് കാണുക, പഠിക്കുക, എന്നിട്ട് അടുത്ത പാർട്ട് 2 കൂടെ കാണാൻ നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.